4 മാസം മുമ്പ് നടക്കേണ്ടിയിരുന്ന വിവാഹം. കല്യാണപ്പന്തലും സദ്യവട്ടങ്ങളും ആളുകളെയും എല്ലാം ക്ഷണിച്ച് ആവണിയുടെ അച്ഛനമ്മമാർ കാത്തിരുന്ന വിവാഹം. എന്നാൽ കല്യാണരാമൻ എന്ന സിനിമയിലെ നായികയ്ക്ക് സംഭവിച്ചതുപോലെ താലികെട്ടിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആ പെൺകുട്ടിയെ തേടിയെത്തിയത് വാഹനാപകടത്തിന്റെ രൂപത്തിലെത്തിയ അപ്രതീക്ഷിത അപകടമായിരുന്നു. എന്നാൽ വിധിയെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ ആവണിയുടെ കഴുത്തിൽ ആശുപത്രിയിൽ വെച്ച് താലികെട്ടിയ ഷാരോണിന്റെ സ്നേഹം നിറകണ്ണുകളോടെയാണ് ആവണി കണ്ടത്. പിന്നീട് ചികിത്സ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ആവണിയെ കാത്ത് ആഘോഷമായ വിവാഹം വീണ്ടും നടത്തുകയായിരുന്നു പ്രിയപ്പെട്ടവർ. ഒടുവിൽ ഇന്നലെ ആവണിയുടെയും ഷാരോണിന്റെയും പ്രണയ സാഫല്യം എന്നോണം 4 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ക്ഷേത്രമുറ്റത്ത് വെച്ച് ആ വിവാഹം നടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 21-നായിരുന്നു ആവണിയുടെയും ഷാരോണിന്റെയും വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരുന്നത്. അന്ന് പുലർച്ചെ 3 മണിയോടെ മേക്കപ്പിനായി കുടുംബാംഗങ്ങൾക്കൊപ്പം കുമരകത്തേക്ക് പോകുന്നതിനിടെ ആവണി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഒരു മരത്തിൽ ഇടിക്കുകയായിരുന്നു കാർ. ഉടൻ തന്നെ നാട്ടുകാർ ഓടിപ്പാഞ്ഞെത്തുകയും ആവണിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നട്ടെല്ലിനേറ്റ പരിക്ക് ഗുരുതരമായിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റി. അതിനിടെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്തണമെന്ന ഇരു കുടുംബങ്ങളുടെയും ആഗ്രഹം ആശുപത്രി അധികൃതരെ അറിയിക്കുകയും തുടർന്ന് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് ഷാരോൺ ആവണിയുടെ കഴുത്തിൽ താലി കെട്ടുകയുമായിരുന്നു. അതിനാൽ ഇന്നലെ നടന്ന ചടങ്ങിൽ നിന്ന് താലികെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. തുടർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ആവണിക്ക് നടക്കാനും മറ്റും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തുടർന്ന് ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്നലെ ക്ഷേത്രസന്നിധിയിൽ ഇരുവരും പൂർണ്ണ രൂപത്തിൽ വിവാഹിതരായത്. പാട്ടുകുളം ക്ഷേത്രത്തിൽ വെച്ചാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സാക്ഷികളാക്കി ഇരുവരും വിവാഹിതരായത്. ആവണിക്ക് ഷാരോൺ തുളസിമാല ചാർത്തുകയും മോതിരം അണിയിക്കുകയും തുടർന്ന് നെറുകയിൽ സിന്ദൂരം ചാർത്തുകയുമായിരുന്നു. 2 മാസത്തോളം നീണ്ട ചികിത്സയിലും ഷാരോൺ ആവണിക്ക് ഒപ്പം തന്നെയുണ്ടായിരുന്നു. ആവണിയുടെ മാതാപിതാക്കളായ ജഗദീഷും ജ്യോതിയും ഷാരോണിന്റെ മാതാപിതാക്കളായ മനുമോനും രശ്മിയും കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളുമെല്ലാമാണ് വധൂവരന്മാർക്ക് അനുഗ്രഹാശിസുകളേകുവാൻ ചടങ്ങിൽ പങ്കെടുത്തത്. തുടർന്ന് രാവിലെ 11:30 തന്നെ ആവണി ഷാരോണിന്റെ വീട്ടിലേക്ക് മരുമകളായി പ്രവേശിക്കുകയും ചെയ്തു. ചേർത്തല ബിഷപ്പ് സ്കൂൾ അധ്യാപികയാണ് ആവണി. ചേർത്തല KVM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് ഷാരോൺ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.